ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു AGR ഫാമിലി ബൈ ലോർ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫേസ് വാഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അലോവേരയുടെ ഫേസ് വാഷാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കുണ്ടായിരുന്നൊരു ഓർഡറാണ്. അലോവേര ഫേസ് വാഷിനും അതുപോലെ തന്നെ നീമിൻ്റെ ഫേസ് വാഷിനാണ് ഓർഡർ ഉണ്ടായിരുന്നത്. 2 ഫേസ് വാഷും 10 എണ്ണം വെച്ചാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അലോവേരയുടെ ഫേസ് വാഷ് എങ്ങനെയാണ് മേക്ക് ചെയ്യണമെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വെയ്പ്പ് മെഷീനും അതിൻ്റെ മുകളിലേക്ക് പാത്രവും വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു 10 ഫേസ് വാഷാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഫേസ് വാഷിൻ്റെ ബേസാണ് കേട്ടോ എടുക്കുന്നത്. ഒരു 800 ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ നമ്മൾ ബേസ് എടുക്കുന്നത്. കറക്റ്റ് 800 ഗ്രാം അല്ല, ഒരു 6 ഗ്രാം കൂടുതൽ എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗ്രാമിൽ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബേസ് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇത് DM വാട്ടറാണ്. മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയും. സാധാ വാട്ടർ അല്ല, സാധാ വാട്ടറിൽ നിന്നുള്ള മിനറൽസും അയൺസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറാണ് DM വാട്ടർ. നമ്മൾ ഇതുപോലത്തെ ഷാമ്പൂ, ഫേസ് വാഷ്, അതുപോലെ തന്നെ സോപ്പ്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ സാധാ വാട്ടർ ഒരു കാരണവശാലും യൂസ് ആക്കരുത്. DM വാട്ടർ വേണോട്ടോ ഉപയോഗിക്കാനായിട്ട്. DM വാട്ടർ ഒരു 120 ഗ്രാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1-2 ഗ്രാമിൻ്റെയൊക്കെ ചെറിയ വ്യത്യാസം വരും കേട്ടോ. അടുത്തതായിട്ട് നമ്മളിനി ചേർക്കാനായിട്ട് പോകുന്നത് ഇത് അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ആണ്. കൂടുതൽ നാൾ ഷെൽഫ് ലൈഫൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഒരു കസ്റ്റമറും പറഞ്ഞത് എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് മതി എന്നാണ് പറഞ്ഞത്. ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ഒരു 125 ഗ്രാമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓരോരോ ഐറ്റങ്ങൾ ചേർക്കുമ്പോഴും നമ്മൾ ടയർ അമർത്തിയതിന് ശേഷമാണ് കേട്ടോ അടുത്ത പ്രൊഡക്റ്റ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കുന്നത് വെജ് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഒരു 15 ഗ്രാമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ വൈറ്റമിൻ ഇയുടെ ഓയിലാണ് ചേർക്കുന്നത്. ഈ ഒരു ഓയിലിന് പകരം നമുക്ക് ഇതിൻ്റെ ക്യാപ്സ്യൂളാണെങ്കിലും ചേർത്താൽ മതി കേട്ടോ. ഈ ഒരു വൈറ്റമിൻ ഇയുടെ ഓയിൽ ഞാൻ 20 ഡ്രോപ്സ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ എടുക്കുന്ന ബേസ് അനുസരിച്ചിരിക്കും കേട്ടോ ഇതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെന്ന് പറയണത്. അപ്പോൾ ഇനി നമുക്കത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാനുണ്ട്. നമ്മളിപ്പോൾ 800 ഗ്രാം ബേസ് എടുത്തിട്ടുണ്ടായിരുന്നു. DM വാട്ടർ ഒരു 120 ഗ്രാമിൻ്റെ അടുത്ത്, അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ഒരു 125 ഗ്രാമിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. വെജ് ഗ്ലിസറിൻ 15 ഗ്രാമും വൈറ്റമിൻ ഇയുടെ ഓയിൽ 20 ഡ്രോപ്സാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുകയാണ് വേണ്ടത്. നമ്മളിങ്ങനെ മിക്സാക്കി കഴിയുമ്പോൾ നല്ലൊരു തിക്കായിട്ടാണ് കേട്ടോ അത് ഒരു കൂട്ട് വരുന്നത്. അപ്പോൾ നമ്മളെടുക്കുന്ന ബേസിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്തോരം ചേർക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് DM വാട്ടറും അതുപോലെ തന്നെ അലോവേരയുടെ എക്സ്ട്രാക്റ്റും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും തിക്നെസ്സിൽ നമ്മൾ എടുക്കുന്നില്ല. ഇച്ചിരി അധികം തിക്കും അല്ല, എന്നാൽ അധികം ലൂസും അല്ലാത്ത രീതിയിലാണ് നമുക്ക് ഈ ഒരു ഫേസ് വാഷ് വേണ്ടത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ DM വാട്ടറും അതുപോലെ തന്നെ അലോവേരയുടെ എക്സ്ട്രാക്റ്റും വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ആദ്യമേ തന്നെ DM വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. DM വാട്ടർ ഒരു 53 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേരയുടെ എക്സ്ട്രാക്റ്റാണ്. അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ഒരു 55 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. DM വാട്ടർ ഇപ്പോൾ ടോട്ടൽ ഒരു 173 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ഒരു 180 ഗ്രാമിൻ്റെ ഒക്കെ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് വീണ്ടും ഒന്നും കൂടെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സാക്കി എടുക്കുമ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു കൂട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു കളർ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആദ്യമേ തന്നെ ഒരു 8 ഡ്രോപ്സിൻ്റെ അടുത്ത് ഗ്രീൻ കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളറും ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ലൈറ്റായിട്ടുള്ളൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു 4 ഗ്രാമിൻ്റെ അടുത്ത് അലോവേരയുടെ സ്മെല്ലും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഫേസ് വാഷ് വന്നിരിക്കുന്നത്. അപ്പോൾ കളറിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് കൂടിയ കളർ പോലെയാണ് തോന്നുന്നത്. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇത്രയും ഇല്ല കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു 2 ഡ്രോപ്സിൻ്റെയൊക്കെ അടുത്ത് കളർ ഞാൻ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഇതുപോലത്തെ ഈ കോസ്മെറ്റിക്സ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ചെയ്യുമ്പോൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യരുത്. കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളർ വേണം കേട്ടോ ആഡ് ചെയ്യാനായിട്ട്. അങ്ങനത്തെ നമ്മൾ കളറും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും നല്ല രീതിയിൽ മിക്സാക്കി തിക്നെസ് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. തിക്നെസ്സൊക്കെ നമുക്കിപ്പോൾ നോക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ്. ചിലർക്കും ഇനിയും കുറച്ച് ടൈറ്റായിട്ട് വേണം, അല്ലെങ്കിൽ ചിലർക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നോക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് എടുക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് പ്രിസർവേറ്റീവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ബേസിൽ പ്രിസർവേറ്റീവ് ഇൻക്ലൂഡാണ്, എങ്കിൽ കൂടി കുറച്ച് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പ്രിസർവേറ്റീവ് ആയിട്ടുള്ള ഫിനോക്സി എത്തനോളാണ്. ഒരു 20 ഡ്രോപ്സിൻ്റെയൊക്കെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രിസർവേറ്റീവും കൂടെ ആഡ് ആക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഫേസ് വാഷിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നിറയെ ബബിൾസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ബബിൾസ് എല്ലാം റിമൂവ് ആയിട്ട് നല്ലൊരു ക്ലിയർ ആയിട്ട് നമ്മുടെ ഒരു ഫേസ് വാഷ് കിട്ടും. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഇരുന്നാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബബിൾസ് എല്ലാം റിമൂവ് ആയിട്ട് കാണിച്ചു തരാട്ടോ നമ്മുടെ ആ ഒരു ഫേസ് വാഷ് എങ്ങനെയാണ് ഉള്ളതെന്ന്. അങ്ങനത്തെ നമ്മുടെ ഫേസ് വാഷൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ അലോവേരയുടെ ഫേസ് വാഷ് വരുന്നത്. അതിൻ്റെ ബബിൾസ് എല്ലാം റിമൂവ് ആയി നല്ല ക്ലിയർ ആയിട്ടാണ് നമ്മുടെ ഒരു ഫേസ് വാഷ് വന്നിരിക്കണേ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അലോവേരയുടെ ഫേസ് വാഷ്. ഇനിയുള്ള അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബോട്ടിൽസിലൊക്കെ ആക്കുന്നതിന് മുന്നേ ആയിട്ട് അതിൻ്റെ pHും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് pH സ്ട്രിപ്സ് എടുത്തിട്ടുണ്ട്. അതിലിത് നമ്മുടെ ആ ഒരു ഫേസ് വാഷ് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു pH സ്ട്രിപ്സ് നമുക്കിപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പ്രത്യേകിച്ച് കളറിൽ ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ pH ഏകദേശം ഒരു 5നും 6നൊക്കെ ഇടയിലായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ pH നോക്കിയതിന് ശേഷം ഇതേ നമ്മൾ ബോട്ടിലോട്ട് ഇനി മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മൾ ആദ്യമേ തന്നെ ഒരു മെഷറിംഗ് കപ്പിലോട്ട് നമ്മുടെ ആ ഒരു ഫേസ് വാഷ് ഒഴിക്കുന്നുണ്ട്. നല്ല ക്ലിയറായിട്ട് നമ്മുടെ ഒരു ഫേസ് വാഷ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു എക്സ്ട്രാക്റ്റ് എടുത്ത സെയിം അളവിൽ തന്നെ അലോവേരയുടെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും കേട്ടോ. അങ്ങനത്തെ നമ്മൾ ബോട്ടിലും എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് 100 ml ബോട്ടിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ബോട്ടിലോട്ട് വീഴുമ്പോൾ തന്നെ നോക്കിക്കുക അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫേസ് വാഷിൻ്റെ തിക്നെസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ ബോട്ടിലിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്പ് ക്യാപ്പിൻ്റെ ബോട്ടിലാണ് വരുന്നത്. രണ്ടാമത്തെ ബോട്ടിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ ബോട്ടിലും ഒന്ന് ഫില്ലാക്കട്ടെ കേട്ടോ. അങ്ങനത്തെ നമ്മൾ 10 ബോട്ടിലിൽ നിറച്ചിട്ടുണ്ട്. 11 കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ഫേസ് വാഷ് വരുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ അലോവേരയുടെ ഫേസ് വാഷ് വരുന്നത് കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഇത് നീമിൻ്റെ ഫേസ് വാഷാണ്. നീമിൻ്റെ ഫേസ് വാഷിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. നീമിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് വരുന്നത്. രണ്ടിൻ്റെയും കളർ ഏകദേശം സെയിം മാതിരിയാണ്, പക്ഷെ അത് കാണാൻ കുറച്ച് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അലോവേരയുടെ. നീമിൻ്റെ ഫേസ് വാഷും 10 ബോട്ടിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അലോവേരയുടെ ആദ്യം പാക്ക് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു, കൊറിയർ അയക്കാനുള്ളത്. അതുപോലെ തന്നെ നീമിൻ്റെയും ആ ഒരു സെയിം രീതിയിൽ പാക്ക് ചെയ്ത് നമ്മളോട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് ബോക്സിലൊക്കെ ആക്കി കൊടുക്കണം. നമ്മളിതിൻ്റെ ക്യാപ്പിലൊക്കെ ടേപ്പൊക്കെ വെച്ച് നല്ല സേഫായിട്ടാണ് കേട്ടോ ചുറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നൊരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഫേസ് വാഷുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സോപ്പ് മേക്കിംഗ് മെറ്റീരിയൽസ്, ഫേസ് വാഷ്, ലിപ് ബാം, ഷാമ്പു മേക്കിംഗ് മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആണ്. നമ്മളിതുപോലെ എക്സ്ട്രാക്റ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് എബോവ് ഒരു 10 month ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ എന്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിൻ്റെ പാച്ച് ടെസ്റ്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ. നമ്മളിടുന്ന ഓരോ വീഡിയോസിലും അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എക്സ്ട്രാക്റ്റൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ സെയിലിനൊക്കെ ആയിട്ട് യൂസ് ആക്കണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.